ഹായ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ബേസിക് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ബേസിക് ആർക്കിടെക്ചർ ഓഫ് മൈക്രോ കൺട്രോളർ 8051 ആണ്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പോർഷൻ എന്ന രീതിയിൽ പഠിക്കാനുള്ളത് ഇൻറ്റേർണൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051 എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഫിഗറായിട്ടാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ സത്യത്തിൽ ഇതൊരു കോംപ്ലിക്കേറ്റഡ് ഫിഗർ അല്ല. നമ്മൾ കഴിഞ്ഞ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രം അല്ലെങ്കിൽ ബേസിക് ബ്ലോക്ക് ഡയഗ്രത്തിൽ എങ്ങനെയാണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതേ കാര്യങ്ങൾ തന്നെയാണ് എന്തിലുള്ളത്, ഈ ബ്ലോക്ക് ഡയഗ്രത്തിലും ഉള്ളത്. ഇത് ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ അതിൽ എക്സ്റ്റേണൽ ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷെ അത് എന്താണോ വർക്ക് ചെയ്യുന്നത്, എന്താണോ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കിതിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. അതായത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് വരച്ച് തന്നിരിക്കുന്നു എന്നുള്ളതാണ്. ബസ് എന്ന് പറഞ്ഞത് ഒരു ബ്ലോക്കായിട്ട് നമ്മൾ പറയുമ്പോൾ ഇതിൽ ബസ്സുകളൊക്കെ എന്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വ്യത്യാസമാണ് ഇതിലുള്ളത്. അതുപോലെ പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരൊറ്റ ബ്ലോക്കേ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതിൽ പോർട്ടുകൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് പോർട്ടുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഇൻറ്റേർണൽ ആർക്കിടെക്ചറിന് അതിൽ നിന്നുള്ള വ്യത്യാസം. അപ്പോൾ ഓക്കെ, നമുക്ക് പറയുമ്പോൾ ആർക്കിടെക്ചർ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൽ ആദ്യം എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയണം. അതായത് ഒരു ഇൻറ്റേർണൽ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു 8051 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലെന്തൊക്കെയുണ്ട്, എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറയണം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയുണ്ട്, അതായത് എന്തൊക്കെയാണ് 8051 8051 അല്ലെങ്കിൽ 8051 ഫാമിലിയായ 8051 8031 എന്ന് പറയുന്ന ഫാമിലിയിലുള്ള മൈക്രോ കൺട്രോളറുകളുടെ ബേസിക് സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കുന്നത്, അതിൽ എന്തൊക്കെയുണ്ട്, എന്താണ് ഇൻ്ററപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ റാം എന്താണ്, റോം എന്താണ്, അതായത് പ്രൊസസ്സർ എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പറഞ്ഞു പോയി. പക്ഷേ അതിൻ്റെ ഇൻറ്റേർണലി എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമ്മൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം. അപ്പോൾ നമുക്ക് പറയാൻ ഉള്ളത് ഒന്നാമത് എന്തൊക്കെയുണ്ട്, ഒരു 8-ബിറ്റ് CPU ഉണ്ടാവും, അതുപോലെ തന്നെ എന്തുണ്ടാവും, ഒരു 16-ബിറ്റ് പ്രോഗ്രാം കൗണ്ടറും അതുപോലെ DPTR ഉണ്ടാവും, ഡാറ്റ പോയിൻ്റർ, അതുപോലെ ഒരു 8-ബിറ്റ് PSW ഉണ്ടാവും, അതുപോലെ ഒരു 8-ബിറ്റ് സ്റ്റാക്ക് പോയിൻ്റർ ഉണ്ട്, അതുപോലെ റോം റീഡ് ഓൺലി മെമ്മറി ഉണ്ട്, അത് പ്രോഗ്രാമബിൾ ഉണ്ട്, ഡാറ്റയുണ്ട്, അതുപോലെ അത് 4 KB ആണ്, അതുപോലെ ഇൻറ്റേർണൽ റാം 128 ബൈറ്റാണ്, അതുപോലെ 4 ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകൾ അതായത് IO പോർട്ടുകൾ ഉണ്ട്, അത് P0 P1 P2 P3, അതുപോലെ തന്നെ 2 16-ബിറ്റ് ടൈമർ ആൻഡ് കൗണ്ടർ ഉണ്ട്. ഇത് കൗണ്ടറിനെ വീണ്ടും 8-ബിറ്റ് രണ്ടെണ്ണാക്കിയിട്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ കൺട്രോൾ രജിസ്റ്ററുകളുണ്ട്, അതുപോലെ സീരിയൽ പോർട്ടുകളുണ്ട്, അതിൽ സീരിയൽ ഡാറ്റ ട്രാൻസ്മിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സീരിയൽ ഡാറ്റ റിസീവിംഗ് ഉണ്ട്, അതുപോലെ 3 ഇൻറ്റേർണൽ ആൻഡ് 2 എക്സ്റ്റേണൽ ഇൻ്ററപ്റ്റ് പോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ക്ലോക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി ഓസിലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ടൈമർ ബാർ കൗണ്ടറുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ രജിസ്റ്ററുകളുണ്ട്, ഏതൊക്കെ രജിസ്റ്ററുകളുണ്ട്, എ രജിസ്റ്റർ, ബി രജിസ്റ്റർ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എങ്ങനെ ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ബേസിക്കായിട്ട് അറിയേണ്ടത്, നമ്മൾ ഒരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഡയഗ്രാം, ഇപ്പോൾ TV ആയാലും റേഡിയോയുടെ ആയാലും അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓരോ സെക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം വരച്ചപ്പോൾ തന്നെ ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് ഏത് സെക്ഷനാണ് എന്ന് നമുക്ക് അറിയുന്നത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുന്നു, നരേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു, കാരണം വരയ്ക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ ഒരു CROൻ്റെ ആയിക്കോട്ടെ, നമുക്കറിയാം CROൻ്റെ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് ഇൻപുട്ട് സിഗ്നൽ വരുന്നു, ഇൻറ്റേർണൽ വെർട്ടിക്കൽ ആംപ്ലിഫയറിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒരു സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷൻ എന്നുള്ളത്. പക്ഷേ ഇത് ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് മറ്റൊരു സെക്ഷൻ, അതായത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ഏത് ഫംഗ്ഷനാണ് ഉണ്ടാവുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം,
പറയാം. പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതായത് സീരിയലായിട്ട് നമുക്ക് വരച്ചുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾ ഈ രജിസ്റ്ററുകളിൽ ഈ കാണിച്ചിരിക്കുന്ന ആരോ മാർക്കുകൾ വഴി ഒരു ഡബിൾ ലൈൻ ആരോ മാർക്കുകളായിട്ട് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം ബസ്സുകളാണ്. അതായത് കണക്റ്റിംഗ് വയറുകൾ പോലെയുള്ള ബസ്സുകളാണ്. അത് രണ്ട് ഭാഗത്തേക്കും ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതായത് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പ്രോഗ്രാം ആൻഡ് ഡാറ്റ പോയിൻ്റ് ബസ്സാണ്. രണ്ടും കൂടി വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത്. അതുപോലെ സിംഗിളായിട്ട് വരുന്നതിനെ നമ്മൾ എന്ത് പറയുകയാണ്, സിംഗിളായിട്ട് വരുന്നത് ഒന്നുകിൽ ഡാറ്റ അല്ലെങ്കിൽ അഡ്രസ് ബസ്സിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഈ സാധനം കണ്ടാൽ മനസ്സിലാവും. അതായത് ഇതിൽ നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം. ഒന്നാമത് നമ്മൾ എവിടുന്ന് വരയ്ക്കുമ്പോൾ നമ്മൾ എവിടെ വരച്ച് തുടങ്ങാം എന്നാണ്. അതായത് നമ്മൾ ബേസിക്കായിട്ട് വരയ്ക്കുന്നത്, നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് വരയ്ക്കാനുള്ള സുഖം എന്താ വെച്ചാൽ 4 പോർട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 4 ബ്ലോക്കുകൾ വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. അതായത് ഇവിടെ പോർട്ട് 0, പോർട്ട് 1 എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഇതാണ് പോർട്ട് 0 ആൻഡ് പോർട്ട് ഓക്കെ. നമുക്ക് ഇതാണ് പോർട്ട് 0 ആൻഡ് പോർട്ട് 1. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ പോർട്ട് 1 ആൻഡ് പോർട്ട് 3 ഉണ്ടോ. ഇവിടെ പോർട്ട് 1 ഉണ്ട്, അതുപോലെ ഇവിടെ എന്തുണ്ട്, പോർട്ട് 3 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വരയ്ക്കാം. 4 ബ്ലോക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം. 4 ബ്ലോക്ക് നമ്മൾ വളരെ സിമ്പിളായിട്ട് വരച്ച് കഴിഞ്ഞാൽ നമുക്കത് എന്തെന്ന് മനസ്സിലാക്കാം, അത് 4 പോർട്ടുകളാണ്. അതായത് 4 പോർട്ടുകൾ കൂടി 4 പോർട്ടിൽ. അപ്പോൾ അതിൻ്റെ ഡ്രൈവുകളും അതിൻ്റെ ലാച്ചും 2 ബ്ലോക്കായിട്ട് വരയ്ക്കുകയാണ്. അതായത് നമ്മൾ വർക്ക് ചെയ്യുന്നതും അത് വർക്ക് ചെയ്യാൻ വേണ്ടി അതിനെ ഡ്രൈവ് ചെയ്യുന്നതും. അപ്പോൾ മൊത്തം നമുക്ക് 8 ബ്ലോക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് നെറേറ്റ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്ത് ചെയ്യാൻ പറ്റും, റാമും റോമും വരയ്ക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റാം വരയ്ക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റോം വരയ്ക്കാം. അപ്പോൾ അതും നമുക്ക് എന്ത് ചെയ്യാം വളരെ പെട്ടെന്ന്. അതായത് 8 ബ്ലോക്കിൻ്റെ കൂടെ എന്ത് ചെയ്യാം, റാമും റോമും നമുക്ക് എന്ത് ചെയ്യാം, വരയ്ക്കാം. അപ്പോൾ 8ഉം 2ഉം 10 ബ്ലോക്കുകൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പോയി, നരേറ്റ് ചെയ്ത് പോയി അല്ലേ. പിന്നെ ആ റാമിൻ്റെ കൂടെ റാം അഡ്രസ് രജിസ്റ്റർ, അതായത് റാമിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്ററുകളാണ് റാമിനെ ഡ്രൈവ് ചെയ്യുന്ന പോലെയുള്ള രജിസ്റ്ററുകൾ യൂസ് ചെയ്യാം. റാമിലേക്കുള്ള രജിസ്റ്ററുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റാമിൻ്റെ അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അതായത് റാമിൽ എത്ര ഉണ്ട്, റാമിലുള്ള ഫങ്ഷൻസൊക്കെ ജസ്റ്റ് ടെമ്പററി ആയിട്ട് സേവ് ചെയ്യാനൊക്കെ ഉള്ള അഡ്രസ്സുകളാണ് എന്തിലുള്ളത്, റാം അഡ്രസ് രജിസ്റ്ററിലുള്ളത്. അപ്പോൾ ആ ഒരു സാധനം കൂടി. അപ്പോൾ നമുക്ക് 11 നമുക്ക് വരയ്ക്കാൻ കഴിയും. ഓക്കെ. പിന്നെ നമുക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ രജിസ്റ്ററുകളാണ്. അപ്പോൾ ആ രജിസ്റ്ററുകളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, നമുക്ക് രജിസ്റ്ററുകളിൽ ഒന്ന് അക്യുമുലേറ്റർ, രണ്ടാമത്തത് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ എ രജിസ്റ്റർ എന്നാണ് അതിന് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബി രജിസ്റ്റർ ഉണ്ട്, അതുപോലെ തന്നെ ടെമ്പററി രജിസ്റ്ററുകൾ 2 ഉണ്ട്. അതൊക്കെ എന്താണ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഇതെങ്ങനെ നമുക്ക് നെറേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ പറയുന്നത്. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്രയും ബ്ലോക്കുകൾ 11 ബ്ലോക്കുകൾ നമ്മൾ മുകളിലുള്ള 1 2 3 4 5 6 7 ബ്ലോക്കുകൾ വരച്ചു. അടിയിൽ 4 ബ്ലോക്കുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞു, ഏറ്റവും അടിയിലുള്ള 4 ബ്ലോക്കുകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗ്യാപ്പ് ഇട്ടു. ഫസ്റ്റത്തെ അവിടെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, അക്യുമുലേറ്റർ, അതുപോലെ തന്നെ ബി രജിസ്റ്റർ, എ രജിസ്റ്ററും ബി രജിസ്റ്ററും നമ്മൾ അവിടെ തന്നെ വരച്ചു. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വരയ്ക്കണം എന്നൊന്നുമില്ല. എ രജിസ്റ്ററും ബി രജിസ്റ്ററും അതേ ഒന്ന് എ രജിസ്റ്റർ. പിന്നെ അതുപോലെ തന്നെ ഈ ബസ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് ടെമ്പററി രജിസ്റ്റർ 2ലേക്കും അതിൽ നിന്ന് ALUയിലേക്കും പോവുകയാണ്. അതിൽ നിന്ന് ALUയിലേക്ക് പോകുമ്പോൾ, ALU എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ്. അതായത് നമ്മുടെ CPU-ൻ്റെ ഫങ്ഷൻസ് വരയ്ക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെക്ഷനിൽ വരയ്ക്കുന്നത്. CPU-ൻ്റെ ബേസിക് ഫങ്ഷൻസ് നമ്മൾ വരയ്ക്കുന്ന പ്രോസസ്സിങ്ങിൻ്റെ ഫങ്ഷനിലുള്ളതാണ് രജിസ്റ്ററുകൾ, ടെമ്പററി രജിസ്റ്ററുകൾ. അതായത് ടെമ്പററി രജിസ്റ്റർ, അക്യുമുലേറ്റർ, ബി രജിസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 2 എന്ന് പറയുന്ന സാധനം 1ഉം 2ഉം കൂടി കൂട്ടണം എന്നാണ്, അല്ലെങ്കിൽ ഒരു അഡീഷൻ പോലെയുള്ളൊരു ഫങ്ഷനാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1നെ ആദ്യം എന്ത് ചെയ്യും,
അക്യുമുലേറ്ററിൽ സേവ് ചെയ്യും. പിന്നെ അതിനെ രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒന്നിനെ ബി രജിസ്റ്ററിലേക്കോ ടെമ്പററി രജിസ്റ്ററിലേക്കോ മാറ്റിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ പിന്നെ ഒന്നിനെ എന്ത് ചെയ്യുക, ഒന്നിനൊക്കെ മാറ്റിയതിന് ശേഷം രണ്ടിനെ അക്യുമുലേറ്ററിൽ സേവ് ചെയ്യും. പിന്നെ ബി രജിസ്റ്ററിലുള്ള നമ്മുടെ രണ്ടിനെയും ഒന്നിനെയും കൂട്ടിയിട്ട് അതിനെന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ രജിസ്റ്റർ ബി രജിസ്റ്റർ രണ്ട് ടെമ്പററി വരയ്ക്കാം. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്ന് ടെമ്പററി രജിസ്റ്ററിൽ നിന്ന് രണ്ടെണ്ണത്തിൽ നിന്നും ALUയിലേക്ക് എന്താണ് പോകുന്നുണ്ട്, ബസ് പോകുന്നുണ്ട്, സിംഗിൾ ബസ് പോകുന്നുണ്ട്. പിന്നെ പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി ആ ടെമ്പററി രജിസ്റ്റർ ഇതും വരയ്ക്കണപ്പം തന്നെ എന്തും വരയ്ക്കാം, നമുക്ക് സ്റ്റാക്ക് പോയിൻ്ററും വരയ്ക്കാം. അതിൻ്റെ ആ ലൈനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാക്ക് പോയിൻ്റർ വരച്ച് വെക്കാം. ഓക്കെ, അക്യുമുലേറ്റർ, ബി രജിസ്റ്റർ, ടെമ്പററി രജിസ്റ്റർ 1, 2 സ്റ്റാക്ക് പോയിൻ്റർ. അതിൻ്റെ അടിയിലായിട്ട് ALU PSW, ALU ഒന്ന് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡിലേക്ക്, അതുപോലെയുള്ള അത്രയും കാര്യങ്ങൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് അത് എന്ത് ചെയ്യാം, നരേറ്റ് ചെയ്ത് താഴത്തേക്ക് പോണ രീതിയിലാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. PSW വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററുകൾ, ടൈമിംഗ് ആൻഡ് കൺട്രോൾ എന്ത് ചെയ്യാം, അവിടെ വരയ്ക്കാം. അതിലേക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്ന അഡ്രസ്/എനേബിൾ അതുപോലെ റീസെറ്റ് എന്നുപോലുള്ള സാധനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, അതിൽ ആരോ മാർക്കായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അഡ്രസ്/എനേബിൾ അതുപോലെ കാര്യങ്ങൾ, റീസെറ്റ്, ഈ എനേബിൾ അഡ്രസ്സ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെന്താണ്, ഓസിലേറ്ററാണ് കൊടുക്കുന്നത്. ഓക്സിലേറ്റർ XTL1 XTAL2 എന്ന് പറയുന്ന സാധനം ടൈമിംഗ് കൺട്രോൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വരയ്ക്കാം. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ പോർട്ടിൻ്റെ അടിയിലായിട്ട് ടൈമിംഗ് ഒന്ന് കൺട്രോളർ വരച്ച് അതിൽ നിന്ന് ഒരു ബസ് നേരെ എന്ത് ചെയ്യാണ്, പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലുള്ള 5 ബ്ലോക്കേ വരയ്ക്കുന്നുള്ളൂ. പ്രോഗ്രാം ആർഡർ രജിസ്റ്റർ, ബഫർ, പ്രോഗ്രാം ഇൻക്രിമെൻറ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഡാറ്റ പോയിൻ്റർ. ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒന്ന് ജസ്റ്റ് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവും. ഇനി അത്ര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് എന്ത് ചെയ്യുക. അതായത് പ്രോഗ്രാം ആർഡർ രജിസ്റ്റർ, ബഫർ, പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻറ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഡാറ്റ പോയിൻ്റർ. ഇതിൽ ഡാറ്റ പോയിൻ്ററും പ്രോഗ്രാം കൗണ്ടറും നമുക്ക് ബസറും നിൽക്കും. പ്രോഗ്രാം ആർഡർ രജിസ്റ്റർ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ സെൻറ്ററിലുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻ്ററപ്റ്റ് ആൻഡ് സീരിയൽ ടൈമർ ബ്ലോക്കുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻ്ററപ്റ്റ്, സീരിയൽ പോർട്ട് ആൻഡ് ടൈമർ ബ്ലോക്ക് എന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മതി. അതിൽ ഈ TL1 TH2 എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ടി മോഡ്, അതുപോലെ ടി കോണ്, അത് ടൈമറിൻ്റെയും അതിൻ്റെയും പി കോണ്, എസ് കോണ് എന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം TH0 TL0 TH1 TL1 എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ചെയ്യും. അപ്പോൾ അത് കാണിക്കണം എന്ന് അതിൽ ഈ ഇൻ്ററപ്റ്റിൻ്റെയും സീരിയൽ പോർട്ടിൻ്റെയും അത് ഏത് പിന്നുകളും ഏതിലൂടെയാണ് നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുക്കുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അതിൽ കാണിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ഇങ്ങനെ വരയ്ക്കാം. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാധനമാണ് എന്ന് തോന്നുമെങ്കിലും അത്ര വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത് എന്ന്. എങ്ങനെ പിന്നെ നമ്മൾ കണ്ടാൽ നമുക്ക് ജസ്റ്റ് നമുക്ക് വരയ്ക്കുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്കിവിടെ 4 പോർട്ടുകളായിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് വരയ്ക്കാം അല്ലേ. ഇവിടെ 1 2 3 4 എന്നായിട്ട് വരയ്ക്കാം അല്ലേ. അപ്പോൾ ഈ 4 എന്താണ്, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പോർട്ടുകൾ 1 2 3 4 എന്ത് ചെയ്യാം, നമുക്ക് വരയ്ക്കാം. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, റോം ചെയ്യാം. ഇവിടെ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, റാം വരയ്ക്കാം. അതുപോലെ ഇവിടെ റാമിൻ്റെ അഡ്രസ് രജിസ്റ്റർ ഇവിടെ വരയ്ക്കാം. അത് കഴിഞ്ഞാൽ ഇതിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഇതിൻ്റെ ബസ്സുകളുണ്ട്, ബസ്സുകൾ അതിൻ്റെ ഇടയിൽ കൂടി ഉണ്ട്, അത് ഞാൻ വരയ്ക്കുന്നില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്റർ വരയ്ക്കാം, ബി രജിസ്റ്റർ വരയ്ക്കാം, ടെമ്പററി രജിസ്റ്റർ 1 ടെമ്പററി രജിസ്റ്റർ 2 അല്ലേ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടെമ്പററി രജിസ്റ്ററിൽ നിന്ന് എന്താണ്, നമുക്ക് താഴേക്ക് എന്ത് വരയ്ക്കാം, ഇവിടെ അരിതമെറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് വരയ്ക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെയായിട്ട് ടൈമർ ബ്ലോക്ക് കൗണ്ടറുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ഇവിടെ പ്രോഗ്രാം ഇൻക്രിമെൻറ്റർ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് വളരെ സിമ്പിളായിട്ട് വരയ്ക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് ചെയ്തത് ഈ കാണിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യും, എങ്ങനെ നെറേറ്റ് ചെയ്ത് പോവാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എന്ത് ചെയ്തത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഇതിലൂടെയുള്ള ബസ്സുകൾ നമ്മൾ ഡാറ്റ പോയിൻ്റർ അത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും പിന്നെ കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യും പറയാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ സിമ്പിളായിട്ട് വരയ്ക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ വെറുതെ ചുമ്മാ കാണിച്ചു തന്നതാണ്. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം വേണമെങ്കിൽ, അല്ലേ? അതായത് നമുക്ക് പെട്ടെന്ന് കാണുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കാണുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നെറേറ്റ് ചെയ്ത് നോക്കുക. ചെയ്യാൻ പറ്റും എന്ന് കാരണം വളരെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കത് കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം മനസ്സിലാക്കാം. കണ്ടോ, ഞാൻ വരച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഞാൻ പറഞ്ഞു ഏതാണ്, നമ്മൾ ആദ്യം ഈ 4 എണ്ണമാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തത് വരച്ചത്. ഇത് 2, അതുപോലെ തന്നെ ഇത് 2 എണ്ണമാണ് വരച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ 2 എണ്ണം വരച്ചു. അപ്പോൾ അങ്ങനെ എന്തായി, 4 എണ്ണമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് വെച്ചു, റോം വരച്ചു, റാം വരച്ചു, അതുപോലെ റാം വരച്ചു. പിന്നെന്താണ്, റാം അഡ്രസ് രജിസ്റ്റർ വരച്ചു. പിന്നെ അക്യുമുലേറ്റർ, ബി രജിസ്റ്റർ, ടെമ്പർ രജിസ്റ്റർ 1, ടെമ്പർ രജിസ്റ്റർ 2. അതിൽ നിന്ന് എന്ത് വരച്ചു, ALU PSW വരച്ചു, അല്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ടെമ്പർ രജിസ്റ്ററിൻ്റെ കൂടെ തന്നെ സ്റ്റാക്ക് പോയിൻ്റർ വരച്ചു. പിന്നെ ഈ ടൈമിംഗ് ആൻഡ് ബൗണ്ട് കൺട്രോളും അതിനോട് അനുബന്ധമായിട്ട് ഓസിലേറ്ററും വരയ്ക്കുക. ഓസിലേറ്റർ വരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ്, പിന്നെ നമുക്ക് വരയ്ക്കാനുള്ളത് ഈ 5 എണ്ണമാണ്. അതുപോലെ ഈ ബേസിക് ആയിട്ടുള്ള ഇൻറ്ററപ്റ്റിൻ്റെതും ഈ ഇൻറ്ററപ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റാക്ക് പോയിൻ്റർ പോലെ ഇൻറ്ററപ്റ്റ് ആൻഡ് സീരിയൽ പോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒറ്റ ബ്ലോക്ക് എന്ത് ചെയ്താൽ മതി, നമ്മൾ വരച്ചാൽ മതി. ഓക്കെ, ഇതങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് വരയ്ക്കണമെന്നില്ല, കാരണം ഇൻറ്റേർണൽ ആർക്കിടെക്ചർ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് വരയ്ക്കാനുള്ളത്. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാണ് വേണ്ടത്, ഡീറ്റെയിൽ ആക്കുകയാണ് വേണ്ടത്, അല്ലേ? നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നറിയണം. അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവില്ല, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എന്താണ് ഇപ്പോൾ ഈ അക്യുമുലേറ്റർ, അക്യുമുലേറ്റർ ആർക്കും ഒന്നും മനസ്സിലാവില്ല. എന്താണ് അക്യുമുലേറ്റർ, അല്ലെങ്കിൽ ടെമ്പററി രജിസ്റ്റർ, എന്താണ് സ്റ്റാക്ക് പോയിൻ്റർ, എന്താണ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞു ഒരു 8-ബിറ്റ് CPU ഉണ്ട് എന്ന് പറഞ്ഞു. CPU എന്ന് പറഞ്ഞാൽ അതിലാണ് എന്ത് നടക്കുന്നത്, ഈ പ്രോസസ്സിങ് എല്ലാം നടക്കുന്നത്, മൊത്തമായിട്ടുള്ള പ്രോസസ്സിങ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, CPUവിലാണ്. അപ്പോൾ CPUവിൽ നടക്കുന്ന അരിത്മെറ്റിക് ലോജിക് യൂണിറ്റുകളും അതുപോലെ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്തിലാണ്, CPUവിലാണ്. അപ്പോൾ ഈ CPUവിൽ നടക്കുന്ന പ്രൈമറി കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം. നമുക്കറിയാം ഇൻറ്റേർണൽ റാമിലാണ് ഈ സാധനങ്ങൾ എന്ത് ചെയ്യുന്നതെന്ന് നമുക്കറിയാം, സ്റ്റോർ ചെയ്യുന്നത് എന്ന് നമുക്കറിയാം. അപ്പം നമ്മൾ ഈ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിൻ്റെയും ആദ്യത്തെ സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, രജിസ്റ്റർ എന്ന് പറയുന്നത്. രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ പലതരം രജിസ്റ്ററുകളുണ്ട്. R0, R1, R2, R3 അങ്ങനെ R7 വരെ ഏതും ഉണ്ട്. R01 ഉണ്ട്, R02 ഉണ്ട്, R03 ഉണ്ട്, അങ്ങനെ R07 വരെ ഉണ്ടാവും. അതുപോലെ R11 ഉണ്ട്, R2 അങ്ങനെ R7 വരെ നമുക്ക് എന്തുണ്ട്, രജിസ്റ്ററുകൾ, സ്പെഷ്യൽ രജിസ്റ്ററുകളുണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ അക്യുമുലേറ്റർ എന്ന് പറയുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ രജിസ്റ്ററാണ്. അതായത് പ്രൈമറി സ്റ്റോറേജ് ഡിവൈസാണ്. പ്രൈമറി സ്റ്റോറേജ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു. എന്താണ് പ്രൈമറി സ്റ്റോറേജ് എന്നുള്ളത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞോളൂ. എന്താണ് പ്രൈമറി സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം കൂട്ടണമെങ്കിൽ ഒന്നിനെ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ എന്തിൽ അടിക്കുമ്പോൾ നമ്മളുടെ കീബോർഡിൽ അടിക്കുമ്പോൾ ആ ഒന്നിനെ കൊണ്ടുപോയി അക്യുമുലേറ്ററിലാണ് സേവ് ചെയ്യണേ. ആ അക്യുമുലേറ്ററിൽ അറ്റ് എ ടൈം ഒരു സേവിങ്ങേ നടക്കുള്ളൂ. അതുകൊണ്ട് അതിനെ നമ്മൾ രണ്ടാമതൊരു സംഖ്യ ഇടണമെന്നുണ്ടെങ്കിൽ അതിനെ ബി രജിസ്റ്ററിലേക്കോ ടെമ്പററി രജിസ്റ്ററിലേക്കോ മാറ്റിയതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഫംഗ്ഷൻ അതിലേക്ക് കൊണ്ടുപോയി വിടുന്നത്. അപ്പോൾ അതിനെ കൊണ്ടുപോയി ഇടുമ്പോൾ അതെന്തായി, അക്യുമുലേറ്ററിൽ ഇപ്പോൾ 2ആണ് കിടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അഡീഷൻ എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ എനെയും ബിനെയും കൂടി എന്ത് ചെയ്യും, ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ആവശ്യമുണ്ട്, അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയി സേവ് ചെയ്യാം. പക്ഷേ അല്ലാത്തടത്തോളം എന്താണ്, അത് രജിസ്റ്റർ ഷോ ആവും. അത് വോളറ്റൈൽ മെമ്മറിയാണ്. അതായത് സാധനം ഓഫായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അക്യുമുലേറ്ററിൽ നിന്ന് അത് പോവും. അപ്പോൾ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്യുമുലേറ്റർ. അതുപോലെ തന്നെ അതിൽ ഓവർഫ്ലോ വരുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാനാണ്,
സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബി രജിസ്റ്ററുകൾ, ടെമ്പററി രജിസ്റ്ററുകൾ ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ടെമ്പററി രജിസ്റ്ററിലുള്ള സാധനങ്ങൾ എടുത്തിട്ടാണ് അരിതമെറ്റിക് ലോജിക് പോലുള്ള കാൽക്കുലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, നടത്തുന്നത്. അതുകൊണ്ടാണ് അതിൽ നിന്ന് ആരോ മാർക്ക് എങ്ങോട്ട് വന്നിട്ടുള്ളത്. അതായത് മെയിൻ ബസ് പോകുന്നത് കണ്ടിട്ടില്ല, ഇതാണ് നമ്മളെ മെയിൻ ബസ്, അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്സിനെ നമ്മൾ മെയിനായിട്ട് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ കാണിച്ചിരിക്കുന്ന മെയിൻ ബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, അതായത് ബി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഡാറ്റ ആൻഡ് അഡ്രസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അക്യുമുലേറ്ററിലേക്കും ഡാറ്റയും അഡ്രസ്സും മാറ്റാൻ പറ്റും. അത് അക്യുമുലേറ്ററിൽ ഇന്ന അഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞാൽ അഡ്രസ്സ് എടുക്കണം, ഡാറ്റ എടുക്കണം എന്ന് പറഞ്ഞാൽ ഡാറ്റ എടുക്കണം. അതിൽ നിന്ന് അക്യുമുലേറ്ററിൽ നിന്ന് ടെമ്പററി രജിസ്റ്ററിലേക്ക് പോകുന്നത് ഏതാണ്, ഡാറ്റാനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അഡ്രസ്സിനെ മാറ്റാൻ പറ്റില്ല, ഡാറ്റേനെ മാത്രം. അതുകൊണ്ട് സിംഗിൾ ആരോ കാണിച്ചിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ അതുപോലെ ടെമ്പററി രജിസ്റ്ററിലുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ അയലു എന്ന് പറഞ്ഞാൽ അരിതമെറ്റിക് ലോജിക് എന്ന് പറഞ്ഞാൽ രണ്ട് അഡ്രസ്സിനെ തമ്മിൽ കൂട്ടാൻ പറ്റില്ല, രണ്ട് ഡാറ്റേനെ തമ്മിൽ നമുക്ക് കൂട്ടാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് രണ്ട് ടെമ്പററി രജിസ്റ്ററിനും ആരോ മാർക്ക് ഇട്ടിട്ട് ALUയിലേക്ക് പോയിട്ടുള്ളത്, ഉണ്ടോ? അപ്പോൾ അതുപോലെ PSWയിലേക്കും പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുപോലെ അത്രയാണ് എന്ത് ആ ഒരു പോർഷൻ ഉള്ളത്. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞത് സ്റ്റാക്ക് പോയിൻ്ററാണ്. നമുക്ക് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ളൊരു സാധനമുണ്ട്. എന്താണ് സ്റ്റാക്ക് പോയിൻ്റർ? ഇതാണ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. എന്താണ് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഫങ്ഷൻ ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഇൻറ്റേർണൽ റാമിൽ ടെമ്പററി സ്റ്റോറേജിലുള്ള അഡ്രസ്സിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന ഫംഗ്ഷനെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് നമ്മളെന്ന് പറയുന്നത് സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത്. അതായത് ആ അഡ്രസ്സിന് നമ്മളവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ 1200 ഒരു 25 എന്ന് പറഞ്ഞൊരു സംഖ്യ ഉണ്ട്, അതിനവിടെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ മെയിൻ പ്രോഗ്രാം ഇവിടെ നടക്കുന്നതിൻ്റെ ഇടയിൽ സ്റ്റാക്ക് പോയിൻ്ററിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുഷ് അല്ലെങ്കിൽ കാൾ എന്ന് പറയുന്ന ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിട്ടേൺ, കാൾ എന്ന് പറയുന്ന ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങോട്ട് എടുക്കാനോ അങ്ങോട്ട് തന്നെ തിരിച്ച് വെക്കാനോ ഒക്കെ കഴിയും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്റ്റാക്ക് പോയിൻ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അതായത് ഇൻഡിക്കേറ്റ് ദ അഡ്രസ് ഓഫ് ഡാറ്റ സ്റ്റോർഡ്. അതായത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DPTR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ പോയിൻ്ററാണ്. അപ്പോൾ ഡാറ്റ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു അഡ്രസ്സിൽ ഒരു ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക, പോയിൻ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്താണ് ഡാറ്റ പോയിൻ്റർ എന്ന് പറയുന്നത്. ആ ഡാറ്റ പോയിൻ്റർ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം. ഡാറ്റ പോയിൻ്റർ എവിടെയാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, ഇവിടെയാണ്. ഇതാണ് എന്ത് പറയുന്നത്, ഡാറ്റ പോയിൻ്റർ എന്ന് നമ്മൾ പറയുന്നത്. ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ പോയിൻ്റർ ഇവിടെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡാറ്റേനെ പോയിൻ്റ് ചെയ്യാണ്. അതുപോലെ തന്നെയുള്ള വേറൊരു രജിസ്റ്ററാണ് എന്ത്, പ്രോഗ്രാം കൗണ്ടർ അല്ലെങ്കിൽ പ്രോഗ്രാം ഇൻക്രിമെൻ്റർ ഡിക്രിമെൻ്റർ എന്ന് പറയും. അതുപോലെ പ്രോഗ്രാം കൗണ്ടർ എന്നാണ് അതിൻ്റെ ബേസിക്കായിട്ട് പറയുക. അതൊക്കെ ഈ ഡാറ്റ പോയിൻ്റർ ആവട്ടെ, സ്റ്റാക്ക് പോയിൻ്റർ ആവട്ടെ, അതുപോലെ തന്നെ പ്രോഗ്രാം കൗണ്ടർ ആവട്ടെ, ഇതൊക്കെ 16 ബിറ്റാണ്, 16 ബിറ്റാണ്. അതായത് അതാണ് പോയിൻ്റ്. പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ അതിനെ പോയിൻ്റ് ചെയ്യുക. അതായത് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഫങ്ഷൻ ഏതാണോ അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ പോയിൻ്റ് ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ 1ഉം 2ഉം കൂട്ടുകയാണെങ്കിൽ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫംഗ്ഷനാണ് നെക്സ്റ്റ് 2 എന്നുള്ള ഫംഗ്ഷനാണ് അടുത്ത് എന്ത് ചെയ്യേണ്ടത്, അതാവേണ്ടത്. അതുപോലെ നെക്സ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആഡിങ് എന്നുള്ളതാണ്. അങ്ങനെ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഏതാണോ അതിനെ പോയിൻ്റ് ചെയ്യണതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ഇതിൽ നമ്മൾ ഏകദേശമുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, പറഞ്ഞു കഴിഞ്ഞു. അതിലിപ്പോൾ ഏകദേശം കാര്യങ്ങൾ ഇത്. അതുപോലെ ഇപ്പോൾ ഇൻ്ററപ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ഇൻ്ററപ്റ്റുകളുണ്ട്. IP, IE എന്നൊക്കെ പറയുന്ന ഇൻ്ററപ്റ്റ് എനേബിൾ, ഇൻ്ററപ്റ്റ് പോയിൻ്റർ എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ സീരിയൽ പോർട്ട് ഈ കാണിച്ചിരിക്കുന്നതാണ് ഇൻ്ററപ്റ്റുകളും സീരിയൽ പോർട്ടുകളും എന്ന് പറയുന്നത്. അതിലെ ഇൻ്ററപ്റ്റുകൾ എന്താണ്, സീരിയൽ പോർട്ടുകൾ എന്താണ്, സീരിയൽ ഫംഗ്ഷൻ ഫംഗ്ഷൻസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനോ റിസീവ് ചെയ്യാനോ ഒക്കെ ചെയ്യുന്ന രജിസ്റ്ററിനെയാണ് അത് പറയുന്നത്. അതുപോലെ ഇൻ്ററപ്റ്റ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത് IE, IP എന്നുപോലുള്ള ഇൻ്ററപ്റ്റ് രജിസ്റ്ററുകളുണ്ട്. പുറത്തുനിന്നുള്ള ഇൻ്ററപ്റ്റുകൾ എടുക്കാനും അതുപോലെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കാനും ഒക്കെ ഏത് പിന്ന് ആക്റ്റീവ് ആവണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ഇൻ്ററപ്റ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത്. അതും 16 ബിറ്റാണ്. അപ്പോൾ അതിനെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 8 ബിറ്റ് ഇൻ്ററപ്റ്റുകളുണ്ട്, 16 ബിറ്റ് ഇൻ്ററപ്റ്റുകളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ ഇതിൽ മിക്കവാറും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മെമ്മറി സിസ്റ്റമാണ്. ഇപ്പം മെമ്മറി സിസ്റ്റം പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇതിൽ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈമിംഗ് ആൻഡ് കൗണ്ടറാണ്.
അതുപോലെ തന്നെ ഓസിലേറ്ററും. ടൈമിംഗ് ആൻഡ് കൗണ്ടറും ഓസിലേറ്ററും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ടൈമർ ആൻഡ് കൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ഫംഗ്ഷനെയും ടൈമിങ്ങും കൗണ്ടിങ്ങും നമ്മൾ എന്ത് ചെയ്യേണ്ടത് കൗണ്ട് ചെയ്യേണ്ടതും ഓരോ ഫംഗ്ഷൻസ് വരുമ്പോൾ അതിനെ കൗണ്ട് ചെയ്യേണ്ടതും അതുപോലെ ടൈമിംഗ് ചെയ്യേണ്ടതും ഒക്കെ എന്താണ് അത്യാവശ്യമാണ്. അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്റ്ററുകളെയും അതിൻ്റെ കൂടെ തന്നെ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററുകളെയും കൂട്ടിച്ചേർത്തതാണ് നമ്മൾ എന്ത് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അതായത് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ടൈമിങ് അതുപോലെ ഇൻസ്ട്രക്ഷൻ്റെ കൺട്രോളുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈമിങ്ങിൻ്റെയും കൺട്രോളിൻ്റെയും ഒരു ബ്ലോക്ക് ഡയഗ്രാം നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെന്താണ് മെമ്മറിയാണ്. അപ്പോൾ മെമ്മറി ഓറിയൻറ്റേഷനിൽ നമ്മൾ രണ്ടെണ്ണമാണ് പറയുന്നത്, ഒന്ന് റാമും അടുത്തത് റോമും. അത് ഈ റോം എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ പ്രോമാണ്. ഈ പ്രോം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റോം റീഡ് ഓൺലി മെമ്മറി അല്ലെങ്കിൽ ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സാധാരണ റീഡ് ഓൺലി മെമ്മറി യൂസ് ചെയ്യും. അതുപോലെ തന്നെ റാം ഇൻറ്റേർണൽ റാമും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൊരു റാൻഡം ആക്സസ് മെമ്മറി സാധാരണ ടെമ്പററി പ്രോഗ്രാമബിൾ മെമ്മറി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് റാമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് 8051 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ കാര്യം നമ്മൾ എന്തുകൊണ്ട് ഇതിനെ നമ്മൾ പറയാം. അതുപോലെ ഈ കാണിച്ചിരിക്കുന്നത് VCC ആൻഡ് VLC ഗ്രൗണ്ടും അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ടും അതുപോലെ തന്നെ അതിൻ്റെ പ്ലസ് VCC 5 വോൾട്ടും കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബേസിക്കായിട്ടുള്ളൊരു കാര്യം ജസ്റ്റ് വിട്ടുപോയി. എന്താണ് നമ്മൾ ഇത് വരയ്ക്കണത് എങ്ങനെയെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏത് പോർട്ട് ഇൻപുട്ട് കൊടുക്കാനും ഔട്ട്പുട്ട് എടുക്കാനും ലാച്ച് ആവുന്ന പോയിന്ററുകളാണ് നമ്മൾ എന്ത് പറയുന്നത് പോർട്ടുകൾ എന്ന് പറയുന്നത്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് IO പോർട്ട് എന്ന് പറയുന്നത്. IO പോർട്ട് 3 വിധമുണ്ട്. ഏതൊക്കെയാണ്? P0 ഉണ്ട്, പോർട്ട് 0, P1 ഉണ്ട്, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 4. അപ്പോൾ അതിൽ എന്താണെന്ന് പറഞ്ഞാൽ P0 എന്ന് പറഞ്ഞാൽ P00 മുതൽ P07 വരെ എല്ലാം 8 ബിറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. ഓരോ പോർട്ടും 8 ബിറ്റാണ്. അപ്പോൾ എന്താണ് P0 മുതൽ P07 വരെ. അതുപോലെ രണ്ടാമത്തത് P20 മുതൽ P27 വരെ. അടിയിലാണെങ്കിൽ P10 മുതൽ P17 വരെ. അതുപോലെ തന്നെ എന്താണ് പോർട്ട് 3 എന്ന് പറഞ്ഞാൽ P30 മുതൽ 37 വരെ. അതിൻ്റെയൊക്കെ ഇൻറ്ററപ്റ്റ് ലാച്ച്, അതായത് 2 ഡ്രൈവറുകളും ഉണ്ട്, ലാച്ചുകളും ഉണ്ട്. പക്ഷെ അതൊക്കെ നമ്മളെ പിൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിലൊക്കെ ഓരോ പിന്നാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വർക്കിങ്ങിനുള്ള ബ്ലോക്ക് ഡയഗ്രാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പോർട്ടിൻ്റെ ലാച്ച്, പോർട്ടിൻ്റെ ഡ്രൈവ് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബസ്സുകളൊക്കെ പല രീതിയിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ എവിടുന്ന് എങ്ങോട്ട് പ്രോഗ്രാം ആർഡർ രജിസ്റ്ററിന് റോമിലേക്ക് പോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ഫംഗ്ഷനിൽ നിന്ന് നേരിട്ട് റോമിലേക്ക് പോകണം അല്ലേ. പ്രോഗ്രാം രജിസ്റ്റർ, പ്രോഗ്രാം കൗണ്ടർ, ഇൻക്രിമെൻറ്റർ, അതുപോലെ DPTs ഇതൊക്കെ എന്താണ് റോമിൽ ആയിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ അഡ്രസ്സുകൾ ഉണ്ടാവുക. അവിടെയും ചിലപ്പോൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതിലേക്ക് ഡാറ്റ പോകാനും ഡാറ്റേനെ ഇന്ന് എടുക്കാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റകൾ അങ്ങോട്ട് റോമിലേക്ക് കൊടുക്കാനും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. പോർട്ട് 0ലേക്കും പോർട്ട് 1ലേക്കും ഒക്കെ എന്ത് നിന്ന് പോകുന്നുണ്ട്, പ്രോഗ്രാം ആർഡർ രജിസ്റ്ററിൽ നിന്നും DPTR എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുപോലെ ടൈമർ കൗണ്ടറിലേക്ക് പോകുന്നുണ്ട്. DPTRൽ നിന്ന് അങ്ങോട്ട് ഡാറ്റ പോയിൻ്ററിൽ നിന്ന് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്കും ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്കും എന്ത് ചെയ്യുന്നുണ്ട്, എടുക്കുന്നുണ്ട്. പോർട്ട് ലാച്ചൊക്കെ പോർട്ടുകളുള്ളതൊക്കെ എന്താണ് ഡബിൾ ആരോ ആണ് കാണിച്ചിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ടാണ് അതെന്ത് ചെയ്യുന്നത് ഡബിൾ ലാച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം അല്ലെങ്കിൽ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അത് നമുക്ക് അത്രയും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുള്ളതാണ്, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. മെമ്മറി ഓറിയൻറ്റേഷൻ എങ്ങനെയാണ്, പോർട്ടുകൾ എങ്ങനെയാണ്, ടൈമറുകൾ എങ്ങനെയാണ്, കൗണ്ടറുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്തടുത്ത സെക്ഷനുകളായിട്ട് നമുക്കത് എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം.